സീറ്റിനായി കോൺഗ്രസ് നേതൃത്വം 7 കോടി തട്ടിയെന്ന പരാതിയിൽ ആത്മഹത്യാ ഭീഷണി മുഴക്കി ഹരിയാനയിലെ മഹിളാ കോൺഗ്രസ് നേതാവിന്റെ ഭർത്താവ്. പണം തിരികെ നൽകിയില്ലെങ്കിൽ നവരാത്രി ദിവസം രാഹുൽ ഗാന്ധിയുടെ വസതിക്ക് മുന്നിൽ ആത്മഹത്യ ചെയ്യുമെന്ന് മഹിളാ കോൺഗ്രസ് നേതാവിന്റെ ഭർത്താവ് ഗൗരവ് പറയുന്നു. 7 കോടി രൂപയാണ് സീറ്റിനായി KC വേണുഗോപാൽ, കൊടിക്കുന്നിൽ സുരേഷ്, പ്രിയങ്ക ഗാന്ധി എന്നിവർക്കായി നൽകിയതെന്നാണ് അദ്ദേഹത്തിന്റെ ആക്ഷേപം. നേരത്തെ തിരുവനന്തപുരത്തെത്തി പത്രസമ്മേളനം നടത്തിയത് നമ്മൾ കണ്ടതാണ്. എന്നാൽ ഈ നാട്ടിലെ മാധ്യമങ്ങൾ അത് മൂടിവെക്കാനാണ് ശ്രമിച്ചത്. കാരണം ആരോപണ വിധേയരായി നിൽക്കുന്നത് പ്രിയങ്ക ഗാന്ധിയും KC വേണുഗോപാലും അടക്കമുള്ളവരാണ്. അതുകൊണ്ട് തന്നെ അതിനൊരു വാർത്താ പ്രാധാന്യം നൽകാൻ ഇവിടുത്തെ മാധ്യമങ്ങൾ തയ്യാറായതുമില്ല. ഏതായാലും ഇപ്പോൾ ഇത്തരത്തിൽ വളരെ കർശനമായ ഒരു നിലപാടിലേക്ക് ആ മഹിളാ കോൺഗ്രസ് നേതാവിന്റെ ഭർത്താവ് പോകുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വിവരങ്ങളുമായി വിഷ്ണു തലവൂർ ദില്ലിയിൽ നിന്ന് ചേരുകയാണ്. വിഷ്ണു, അതായത് ഈ പണം 7 കോടി രൂപയാണ് അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടതെന്നാണ് പറയുന്നത്. ആ പണം തിരികെ കൊടുത്തില്ലെങ്കിൽ നവരാത്രി ദിവസം രാഹുൽ ഗാന്ധിയുടെ വസതിക്ക് മുൻപിൽ ആത്മഹത്യ ചെയ്യുമെന്നാണ് ഇപ്പോൾ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. മനു, തീർച്ചയായിട്ടും അത്തരത്തിൽ തന്നെയാണ്. അതായത് 7 കോടി രൂപയാണ് ഈ സീറ്റിനു വേണ്ടി KC വേണുഗോപാൽ, അതോടൊപ്പം തന്നെ കൊടിക്കുന്നിൽ സുരേഷ്, പ്രിയങ്ക ഗാന്ധി ഇവരുടെ പേഴ്സണൽ സ്റ്റാഫുകൾ എന്നിവർ ഈ ഗൗരവിൻ്റെ കയ്യിൽ നിന്നും കൈപ്പറ്റിയത്. ഏതായാലും ഇതിൽ വലിയ തലത്തിൽ പരാതികൾ നൽകിയിരുന്നു. കേരളത്തിൽ വന്ന വാർത്താ സമ്മേളനമടക്കം നടത്തിയിരുന്നു. പക്ഷേ ഇതൊന്നും തന്നെ മാധ്യമങ്ങൾ ഏറ്റുപിടിക്കാത്തൊരു സാഹചര്യം തന്നെയാണുള്ളത്. ഏതായാലും നിലവിൽ ദില്ലി പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. ദില്ലി പോലീസിൽ ഈ പണം കൈമാറിയതിൻ്റെ രേഖകൾ, വാട്സാപ്പ് ചാറ്റുകൾ, ഓഡിയോ ക്ലിപ്പുകൾ ഇതെല്ലാം തന്നെ, ഈ രേഖകളെല്ലാം തന്നെ ദില്ലി പോലീസിന് കൈമാറുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും അല്പം മുന്നേ ഇത്തരത്തിൽ ഗൗരവ് കുമാർ നമ്മളോട് സംസാരിച്ചിരുന്നു. അപ്പോൾ കൃത്യമായി തന്നെ പറയുന്നത് ഈ 7 കോടിയിൽ കുറച്ചു തുക തിരിച്ചു നൽകാൻ കൊടിക്കുന്നിൽ സുരേഷ് ഇപ്പോൾ തയ്യാറായിട്ടുണ്ട്. കൊടിക്കുന്നിൽ സുരേഷ് MP 15 ലക്ഷം രൂപ തിരികെ നൽകിയിട്ടുണ്ട്. ആ 15 ലക്ഷം രൂപ തിരികെ നൽകിയത് 2 MP മാർ, ലോക്സഭയിൽ നിന്നുള്ള 2 MP മാരുടെ സാന്നിധ്യത്തിലാണ്. സത്പാൽ ബ്രഹ്മചാരി, ജയപ്രകാശ് എന്നീ MP മാരുടെ സാന്നിധ്യത്തിൽ കൊടിക്കുന്നിൽ സുരേഷ് MP 15 ലക്ഷം രൂപ തിരികെ നൽകിയിട്ടുണ്ട്. ഇനി കൊടിക്കുന്നിൽ സുരേഷ് MP തിരികെ നൽകാനുള്ളത് 1 കോടി 5 ലക്ഷം രൂപയാണ്. അതോടൊപ്പം തന്നെ അപ്പോൾ വിഷ്ണു, ഒരു കാര്യം വ്യക്തമാണ്, പണം വാങ്ങിയിട്ടുണ്ട് എന്ന് ഉറപ്പിക്കാൻ നമുക്ക്. അതല്ലെങ്കിൽ ഈ പണം തിരികെ കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. പണം വാങ്ങിയിട്ടില്ലെങ്കിൽ 15 ലക്ഷം രൂപ വെറുതെ ഈ ഗൗരവ് എന്ന് പറയുന്ന ആളിന് കൊടിക്കുന്നിൽ സുരേഷ് കൊടുക്കേണ്ട ആവശ്യമില്ല. മനു, തീർച്ചയായിട്ടും അതിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ എത്തുന്നത്. കാരണം ഇത്തരത്തിൽ പണം വാങ്ങിയിട്ടില്ലെങ്കിൽ എന്തിന് ഈ 15 ലക്ഷം രൂപ തിരികെ നൽകി എന്നതാണ്. ആ 15 ലക്ഷം രൂപ ക്യാഷായിട്ടാണ് നൽകിയിരിക്കുന്നത്. അതിനപ്പുറത്തേക്ക് അക്കൗണ്ടിലേക്കല്ല, ക്യാഷായിട്ട് നൽകുന്നു. അത് ഉറപ്പിക്കുന്നതിന് 2 സാക്ഷികൾ, അതും 2 MP മാരാണ്. സത്പാൽ ബ്രഹ്മചാരി, അതോടൊപ്പം തന്നെ ജയപ്രകാശ് എന്നീ കോൺഗ്രസിന്റെ 2 MP മാരുടെ സാന്നിധ്യത്തിലാണ്. അതിൽ വേറൊരു പ്രശ്നമില്ലേ? 2 ലക്ഷം രൂപയിലധികം അങ്ങനെ ക്യാഷ് ആയിട്ട് കൊടുക്കാൻ, ഡയറക്റ്റ് കൊടുക്കാൻ കഴിയുമോ? അക്കൗണ്ട് ത്രൂ അല്ലേ പറ്റുകയുള്ളൂ. ആ ഒരു പ്രശ്നം കൂടി അതിൽ നിലനിൽക്കുന്നുണ്ട്. മനു, തീർച്ചയായിട്ടും അത്തരത്തിൽ തന്നെയാണ്. വലിയ തരത്തിലുള്ള കുരുക്കിലേക്ക് തന്നെയാണ് എന്തായാലും ഇവരൊക്കെ പോകുന്നത് എന്നത് നിലവിൽ വ്യക്തമാകുന്ന കാര്യമാണ്. കാരണം ഇതിൻ്റെയൊക്കെ തന്നെ രേഖകൾ സഹിതമാണ് ഇപ്പോൾ ദില്ലി പോലീസിലേക്ക് പരാതി നൽകിയിരിക്കുന്നത്. ആ പരാതിയിൽ തന്നെ കൃത്യമായി പറയുന്നത് കൊടിക്കുന്നിൽ സുരേഷ് ഇനി തിരികെ നൽകാനുള്ളത് 1 കോടി 5 ലക്ഷം രൂപയാണ്. KC വേണുഗോപാൽ 75 ലക്ഷം രൂപ നൽകാനുണ്ട്. KC വേണുഗോപാലിൻ്റെ PA ആയിട്ടുള്ള അനസ് അലി 10 ലക്ഷം രൂപ നൽകാനുണ്ട്. പ്രിയങ്ക ഗാന്ധി 35 ലക്ഷം രൂപ നൽകാനുണ്ട്. ഇത്തരത്തിൽ കൃത്യമായിട്ടുള്ള കണക്കുകൾ സഹിതമാണ് ഇപ്പോൾ ദില്ലി പോലീസിന് പരാതി നൽകിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഗൗരവ് കുമാർ നമ്മളോട് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, വലിയ തലത്തിലുള്ള പ്രഷർ ഇപ്പോൾ നേരിടുന്നുണ്ട്. കാരണം കേസ് പിൻവലിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. കേസ് പിൻവലിച്ചില്ലെങ്കിൽ കൊല്ലുമെന്നതടക്കമുള്ള, വീടിന് പുറത്തിറങ്ങാൻ അനുവദിക്കില്ല, കൊല്ലുമെന്നതടക്കമുള്ള ഭീഷണി ഇപ്പോൾ ഗൗരവ് കുമാറും അദ്ദേഹത്തിൻ്റെ കുടുംബവും നേരിടുന്നുണ്ട്. എന്തായാലും ഈ ഒരു സാഹചര്യത്തിൽ 3 ദിവസത്തിനകം പണം തിരികെ നൽകുന്നില്ല എന്നുണ്ടെങ്കിൽ നവരാത്രിക്ക് ശേഷം 27-ാം തീയതി, അതായത് ഈ വ്യാഴാഴ്ച, രാഹുൽ ഗാന്ധിയുടെ വസതിക്ക് മുന്നിലെത്തി ആത്മഹത്യ ചെയ്യുമെന്നതടക്കമുള്ള ഭീഷണി ഇപ്പോൾ എന്തായാലും ഗൗരവ് കുമാർ നടത്തുന്നുണ്ട്. എന്തായാലും അത്തരത്തിൽ ഗൗരവ് കുമാർ വലിയ തോതിൽ ഇവർക്കെതിരെ പരാതിയുമായി മുന്നോട്ട് പോകുന്നു. ആത്മഹത്യ ഭീഷണി അടക്കം മുഴക്കി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. പക്ഷേ ഇത്രത്തോളം വലിയ പ്രശ്നമുണ്ടായിട്ടും ഇതിൽ ഈ പരാതി ഇല്ലാതാക്കാനുള്ള എല്ലാ ശ്രമം തന്നെയാണ് ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. മനു.